ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയ ഒരു ബിഗിനർ ആയിക്കോട്ടെ, ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ആയിക്കോട്ടെ, എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു നല്ല ഡ്രൈവറാണോ എന്നുള്ളത്. ഒരു നല്ല ഡ്രൈവർ ആകുക എന്ന് വെച്ചാൽ ആൾക്ക് നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവുക എന്നാണ് അർത്ഥം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് നല്ല ഡ്രൈവിംഗ് ഹാബിറ്റുകളെ പറ്റിയാണ്. ഡ്രൈവിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റാണ്. അതിൽ ഏതായാലും കുറച്ച് ഡ്രൈവിംഗ് ഹാബിറ്റുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നല്ല ഡ്രൈവർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോയിൽ പറയുന്ന ഡ്രൈവിംഗ് ഹാബിറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഡ്രൈവിങ്ങിനിടയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഒരു നല്ല ഡ്രൈവിംഗ് കൾച്ചർ ഉയർന്നു വരട്ടെ, എല്ലാവർക്കും ഒരു നല്ല ഡ്രൈവർ ആവട്ടെ എന്ന ആശംസ നേർന്നുകൊണ്ട് നമ്മളുടെ വീഡിയോ ആരംഭിക്കുകയാണ്. ഞാൻ സaju, നമ്മുടെ ചാനൽ സaju ആൻഡ് കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വാഹനത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വാഹനത്തിന് ചുറ്റും നടന്ന് ഒന്ന് വാഹനം നിരീക്ഷിക്കുന്നത് ഒരു നല്ല ഡ്രൈവർക്ക് പറ്റിയ ക്വാളിറ്റിയാണ്. നമ്മൾ ഈ പൈലറ്റുമാരെ കണ്ടിട്ടുണ്ടാവും. അവർ വിമാനത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് ലിസ്റ്റ് വെച്ച് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്ന് ശേഷം മാത്രമാണ് അവർ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഇതുപോലെ തന്നെ ഒരു നല്ല ഡ്രൈവർ വാഹനത്തിന് ചുറ്റും നടന്ന് വാഹനത്തിന് ടയർ പ്രഷർ ചെക്ക് ചെയ്യാൻ പറ്റും. വാഹനത്തിന് എന്തെങ്കിലും ഡെൻറ്റോ സ്ക്രാച്ചോ ഉണ്ടെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ വാഹനത്തിനടുത്തായിട്ട് ഏതെങ്കിലും കാൽനട യാത്രക്കാർ നിൽപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കാണാതെ പെട്ടെന്ന് വണ്ടി എടുത്താൽ അവരെ മുട്ടാനൊക്കെ സാധ്യതയുണ്ട്. കാൽനട യാത്രക്കാരെ പോലെ തന്നെ ചെറിയ കുട്ടികൾ വാഹനത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിൽപ്പുണ്ടെങ്കിലും ഇത് വളരെ അപകടത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ വാഹനത്തിന് ചുറ്റും ഒന്ന് നടന്ന് നിരീക്ഷിക്കുന്നത് ഒരു നല്ല ഡ്രൈവർക്ക് പറ്റിയ ഏറ്റവും നല്ല ക്വാളിറ്റികൾ ഒന്നാണ്. ഒരു നല്ല ഡ്രൈവർക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ക്വാളിറ്റിയാണ്, നമ്മളൊരു വാഹനം ടേൺ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു 100 മീറ്റർ മുമ്പായിട്ട് തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളത്. നമ്മൾ വാഹനം എപ്പോൾ ടേൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ തന്നെ വാഹനത്തിന് ഇൻഡിക്കേറ്റർ ഓൺ ആവും. അതിനുശേഷമായിരിക്കണം നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ നോക്കുക. അതുപോലെ തന്നെ സെൻറ്റർ റിയർവ്യൂ മിററുകൾ നോക്കി വേറെ വാഹനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നമ്മൾ ടേൺ ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റർ ഇടുക എന്നതാണ്. നമുക്ക് പെട്ടെന്ന് ടേൺ ചെയ്യുന്നില്ല, ക്യാൻസൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ക്യാൻസൽ ആക്കിയിട്ട് നമുക്ക് യാത്ര തുടരാവുന്നതാണ്. എന്നാൽ നമ്മൾ എപ്പോൾ ഡ്രൈവ് ചെയ്യണം എപ്പോൾ ടേൺ ചെയ്യണം തീരുമാനിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യേണ്ടതാണ്. അതുപോലെ ഏതെങ്കിലും വാഹനം പെട്ടെന്ന് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി വരികയാണെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ കാണുകയാണെങ്കിൽ ആ വാഹനങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് ടേൺ ചെയ്യുകയാണെങ്കിൽ ഈ ഓവർടേക്ക് ചെയ്തൊരു വാഹനവുമായിട്ട് ഒരു കൊളീഷന് സാധ്യതയുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേൺ ചെയ്യുകയാണെങ്കിൽ ഒരു 100 മീറ്റർ മുമ്പെങ്കിലും അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് മുമ്പെങ്കിലും നമ്മൾ വാഹനത്തിലെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു നല്ല ഡ്രൈവർക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റികളൊന്നാണ്. എല്ലാ ആൾക്കാരും ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു വാഹനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ വാഹനം ബ്രേക്ക് ചവിട്ടുന്നുണ്ടോ, വാഹനം ടേൺ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിച്ച് ഇതിനനുസരിച്ചാണ് നമ്മുടെ വാഹനത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഒരു നല്ല ഡ്രൈവർ മുമ്പിൽ പോകുന്ന വാഹനത്തെ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. വാഹനത്തിൻ്റെ മുമ്പിലുള്ള 2-3 വെഹിക്കിൾ മുമ്പിലുള്ള വാഹനത്തെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനം ഒരു പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്രേക്ക് ഇടാൻ ഒരു പക്ഷേ പെട്ടെന്ന് സമയം കിട്ടിയെന്ന് വരും. എന്നാൽ മുമ്പിലുള്ള 2-3 വാഹനങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും ആ വാഹനം ബ്രേക്ക് ഇടുന്നത് നമുക്ക് വളരെ മുമ്പിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് കുറച്ച് റിയാക്ട് ചെയ്യാനുള്ള സമയം കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ മുമ്പിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം അതിനനുസരിച്ച് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല ഡ്രൈവർക്ക് പറ്റിയ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് മുമ്പിലുള്ള 2-3 വാഹനങ്ങളെ ഒരേ സമയം നിരീക്ഷിക്കുക എന്നുള്ളത്. സാധാരണ എല്ലാ ഡ്രൈവേഴ്സും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിൽ പിടിക്കുക ഈ 10-10 എന്നുള്ള ഷേപ്പിലായിരിക്കും സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുക. എന്നാൽ ഒരു നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ്സ് വളർത്തിയെടുത്ത ഒരു ഡ്രൈവർ സ്റ്റിയറിംഗിൽ പിടിക്കുക 9-3 എന്ന പൊസിഷനിലായിരിക്കും. ഏകദേശം സ്റ്റിയറിംഗിൻ്റെ 2 സൈഡിലും ഏകദേശം നേരെയായിരിക്കും. നമ്മൾ ഈ 10-10 എന്ന പൊസിഷനിൽ പിടിക്കുന്നത് പ്രത്യേകിച്ച് ഏർപ്പാടുള്ള വാഹനങ്ങൾക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഒരു രീതി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 9-3 പൊസിഷൻ ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 9-3 പൊസിഷനിൽ സ്റ്റിയറിംഗ് പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നത് ഒരു നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ഉള്ള ഡ്രൈവറുടെ ലക്ഷണമാണ്. എല്ലാ ആൾക്കാരും ഡ്രൈവ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുവാനാണ്. അതിനുശേഷം അവർക്ക് എന്താണ് അവിടെ ചെയ്യാനുള്ളത് അത് ചെയ്യുവാൻ വേണ്ടിയാണ് എല്ലാ ആൾക്കാരും ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഒരു നല്ല ഡ്രൈവർ മനസ്സിലാക്കേണ്ടത് റോഡിലുള്ള എല്ലാ ആൾക്കാർക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. റാഷ് ഡ്രൈവിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല ഡ്രൈവർക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ക്വാളിറ്റി.
നമുക്കറിയാൻ പറ്റും നമ്മൾ എത്ര സ്പീഡിൽ ഡ്രൈവ് ചെയ്താലും നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ മേ ബി എത്തിച്ചേരുക ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തെ ആയിരിക്കാം. എന്നാൽ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന റിസ്ക് വളരെ അധികമാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ ഈ റാഷ് ഡ്രൈവിംഗ് മൂലം നമ്മൾക്ക് മാത്രമല്ല, അതുപോലെ തന്നെ റോഡിലുള്ള മറ്റ് വാഹനങ്ങൾക്കും അതുപോലെ മറ്റ് ജീവനുകൾക്കും അപകടമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുന്നവരെയാണ് നല്ല ഡ്രൈവേഴ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതാണ് ഒരു നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും ഒരു സ്പീഡ് ഡ്രൈവിംഗ് ഒക്കെ പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട്. ഒരു സ്പീഡിൽ ഡ്രൈവ് ചെയ്യുക എന്നതുകൊണ്ട് ഒരു നല്ല ഡ്രൈവറാണെന്നോ ഒരു നല്ല ഡ്രൈവിംഗ് ക്വാളിറ്റി ആണെന്നോ പറയുവാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്ന വാഹനത്തിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ. ഒരു 3 സെക്കൻഡ് ഗ്യാപ്പാണ് സാധാരണ റോഡുകളിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഈ 3 സെക്കൻഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ മുമ്പിൽ പോകുന്നൊരു വാഹനം ഒരു പോയിന്റ് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റിൽ എത്താൻ വേണ്ടി 3 സെക്കൻഡെങ്കിലും എടുത്തിരിക്കണം. അതായത് 2 വാഹനത്തിനിടയ്ക്ക് ഒരു 3 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു സേഫ് ഡിസ്റ്റൻസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സേഫ് ഡിസ്റ്റൻസും ഒരുപക്ഷെ ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ ഒരു നൈറ്റ് ഡ്രൈവിങ്ങിലൊക്കെ 5 സെക്കൻഡും 6 സെക്കൻഡും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയാൻ കാര്യം, നമ്മുടെ മുമ്പിൽ പോകുന്നൊരു വാഹനം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ, ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ, ഒരു പെട്ടെന്ന് ടേൺ ചെയ്താൽ അതിനനുസരിച്ച് നമ്മൾക്ക് റിയാക്ട് ചെയ്യാനുള്ള സമയം കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ 3 സെക്കൻഡ് ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. മുമ്പിൽ പോകുന്ന വാഹനത്തിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നത് ഒരു നല്ല ഡ്രൈവറുടെ ക്വാളിറ്റിയാണ്. നമ്മൾ ചില അറബ് കൺട്രീസൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടെ ടെയിൽ ഗേറ്റിംഗ് എന്നൊരു സമ്പ്രദായമുണ്ട്. കാരണം നമ്മുടെ വാഹനത്തിൽ തൊട്ട് പുറകിലായിട്ട് മുട്ടിയില്ല എന്ന രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അതൊരു നല്ല ക്വാളിറ്റിയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഡ്രൈവർ നമ്മുടെ മുമ്പിലുള്ള വാഹനത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്തായിരിക്കും ഡ്രൈവ് ചെയ്യുക. അതായത് നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ്സ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ്സുകളെ പറ്റിയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും അവസാനത്തെ പോയിന്റാണ്, ഒരു നല്ല ഡ്രൈവർ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം, പക്ഷേ ഓവറാകാൻ പാടില്ല. നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ഉള്ള ഒരു ഡ്രൈവറാണെങ്കിൽ എപ്പോഴും നമ്മളുടെ നിയമങ്ങൾ പാലിക്കുന്നവരായിരിക്കും, നമ്മുടെ മുമ്പിലുള്ള വാഹനങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും, മറ്റ് ഡ്രൈവർമാരെ ബഹുമാനിക്കാൻ പഠിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള നല്ല കോൺഫിഡൻസിൻ്റെ ലക്ഷണങ്ങൾ ഉള്ള ആളുകളെയാണ് നല്ല ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഈ കോൺഫിഡൻസിനെ പറ്റി പറയുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് നല്ല കണ്ടീഷനാണ്, നമ്മൾ ഒരു സ്ഥലത്ത് ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കും എന്നുള്ള നമ്മളുടെ ആ കോൺഫിഡൻസ് ഒരു നല്ല ഡ്രൈവർക്ക് അത്യാവശ്യമാണ്. എന്നാൽ അതേ സമയത്ത് ഒരു നല്ല സ്ലിപ്പറിയായുള്ള സ്ഥലത്ത്, വെള്ളം കിടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഓയിൽ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഈ കോൺഫിഡൻസുമായിട്ട് ബ്രേക്ക് ചവിട്ടുന്നതിനാണ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കുറച്ച് വെള്ളമുള്ള റോഡിൽ ചില മഴയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ആ റോഡിൽ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അതൊരു നല്ല ഡ്രൈവറുടെ ലക്ഷണമാണ്. എന്നാൽ ഇതേ വാഹനം നല്ല കുത്തിവെച്ച് വരുന്ന വെള്ളപ്പാച്ചിലിനിടെ കൂടെ ഡ്രൈവ് ചെയ്ത് പോവുക എന്ന് പറയുന്നതാണ് ഓവർ കോൺഫിഡൻസ്. സോ ഒരു നല്ല ഡ്രൈവർ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം, ബട്ട് ഓവറാൻ പാടില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല ഡ്രൈവർ ആകാം എന്നതിനെ പറ്റിയാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ജസ്റ്റ് നമ്മൾക്കൊന്ന് ഓടിച്ച് പറയാം. നമ്മൾ വാഹനത്തിൽ എൻ്റർ ചെയ്യുന്ന മുമ്പായിട്ട് വാഹനത്തിൽ ചുറ്റും നടന്ന് വാഹനം മുഴുവനായിട്ട് ചെക്ക് ചെയ്യണം. നമ്മളൊരു വാഹനം ടേൺ ചെയ്തതിന് മുമ്പായിട്ട് തന്നെ ഒരു 100 മീറ്റർ മുമ്പെങ്കിലും വാഹനത്തിന് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് പുറകിൽ വരുന്ന ആൾക്ക് നമ്മൾ സിഗ്നൽ കൊടുത്തിരിക്കണം. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള വാഹനം മാത്രമല്ല, മുമ്പിലുള്ള 2-3 വെഹിക്കിൾസിനെ നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ 4ാമത് പറഞ്ഞ ഒരു നല്ല ഡ്രൈവർ എപ്പോഴും സ്റ്റിയറിംഗിൽ പിടിക്കുന്നത് ഒരു 9-3 ഷേപ്പിലായിരിക്കും എന്നതാണ്. 5ാമത് പറഞ്ഞത് റോഡിൽ റഷ് ഡ്രൈവിങ് അവോയ്ഡ് ചെയ്യുന്നത് ഒരു നല്ല ഡ്രൈവറുടെ ക്വാളിറ്റിയാണ്. 6ാമത് നമ്മൾ പറഞ്ഞത് ഒരു 3 സെക്കൻഡ് റൂൾ, നമ്മൾ മുന്നിൽ പോകുന്ന വാഹനമായിട്ട് എപ്പോഴും ഒരു 3 സെക്കൻഡ് ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അവസാനം പറഞ്ഞ പോയിന്റാണ് ഒരു ഡ്രൈവർ എപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം, പക്ഷേ അത് ഓവറാകാൻ പാടില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുണ്ടാവും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേയും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.